2025-26 വർഷത്തെ മത്സ്യത്തൊഴിലാളി വ്യക്തിഗത അപകട ഇൻഷുറൻസ് സഹായം വിതരണം ചെയ്തു. ചടങ്ങ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. അവർക്കൊരു സുരക്ഷിത ബോധം ഇതിലൂടെ ലഭ്യമാണ് എന്നുള്ളതാണ്. അതാണ് പൊതുസമൂഹത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. ഒരു സുരക്ഷിതത്വ ബോധം എന്നുള്ളത് 10 വർഷം കൊണ്ട് എല്ലാം ആയി എന്നുള്ളതല്ല, പക്ഷേ താൽക്കാലികമായി അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മാർഗം കണ്ടെത്താൻ ഈ പണം കൊണ്ട് കഴിയും. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതിലേക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതിപ്പോൾ ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ചേരണ്ട, അല്ലെങ്കിൽ മറ്റൊരു ഭരണമാണ് UDF ഭരിക്കുന്നത്, നമ്മളത് ചേരണ്ട എന്നൊരു സമീപനം പലപ്പോഴും ഉണ്ടാകാറ്. മത്സ്യബന്ധ സ്വാതന്ത്ര്യ സംഘടനയാണ്, അത് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. എന്തുകൊണ്ടും മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള മത്സരമാണ് ഈ മേഖലയിൽ വേണ്ടത്. മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഇൻഷുറൻസിനെ കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കണമെന്ന് കായിക വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ 2025-2026 വർഷത്തെ മത്സ്യത്തൊഴിലാളി വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും അപകട ഇൻഷുറൻസ് സഹായധന വിതരണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന മത്സ്യഫെഡ് രാജ്യത്തെ തന്നെ മികച്ച സഹകരണ സ്ഥാപനമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. വ്യക്തിഗത ഇൻഷുറൻസിന് വിമുഖത കാണിക്കുന്നവർക്ക് അതിന്റെ പ്രാധാന്യവും ഗുണവും മനസ്സിലാക്കി കൊടുക്കണം. അതിനായി പൊതുസമൂഹം ശ്രമിക്കണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. താനൂർ ഉണ്ണിയാൾ ഫിഷറീസ് എക്സ്റ്റൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇൻഷുറൻസ് മെമ്പർഷിപ്പ് ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. താനൂർ ഓട്ടുംപുറമ്പോട്ട് അപകടത്തിൽ മരണപ്പെട്ട പരപ്പനങ്ങാടി സ്വദേശി റസീനയുടെ ഭർത്താവ് സിറാജിന് 10 ലക്ഷം രൂപയും കൂടാതെ പാലപ്പെട്ടി സ്വദേശിനി റംലയ്ക്ക് അപകടം സംഭവിച്ചതിനെ തുടർന്നുള്ള ധനസഹായമായ 30,947 രൂപയും മന്ത്രി കൈമാറി. നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. മത്സ്യഫെഡ് ജില്ലാ മാനേജർ കെ ബിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ മുഖ്യ അതിഥിയായി. മത്സ്യഫെഡ് ഭരണസമിതി അംഗം പി സൈതലവി, മത്സ്യഫെഡ് അക്കൌണ്ട്സ് ഓഫീസർ KV അനിത, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി നാസർ, നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീധരൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് M അനിൽകുമാർ, KP ബാപ്പുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ. അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറും തോന്നുന്നുണ്ടോ? അതെന്തായാലും ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും. ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കും. മാസായ മലപ്പുറം ഇനി മരണമാസം. ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ വേണ്ടിയിരുന്നു നേതാവേ. മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ. മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും. ജാംജൂം ഹൈപ്പർ മാർക്കറ്റ്, കിഴക്കേതല, മലപ്പുറം.